ഗുഫ്രാനക്ക എന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം എന്താണെന്നറിയോ? ഒരൊറ്റ വാക്കാ. എന്താ ഗുഫ്രാനക്കൻ്റെ അർത്ഥം? പടച്ചോനെ പുറത്തു കൊണ്ട പടച്ചോനെന്ന്. ഇബ്നു ഖയ്യിം റഹിമഹുല്ല ആ ഗുഫ്രാനക്ക എന്ന വാക്ക് പറഞ്ഞതിനെപ്പറ്റി വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. അത്ഭുതമായി ഞാൻ ആ ഭാഗം വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടൊരു സംഗതി ഉണ്ട്. എന്താ അറിയോ? അദ്ദേഹം പറയണേ, ഈ കുറച്ച് സമയം ഒരാൾ ബാത്റൂമിൽ കയറിയിട്ട് കുറച്ച് സമയം ബാത്റൂമിൽ ഇരുന്നിട്ട് അയാൾ പുറത്തിറങ്ങുമ്പോൾ ഗുഫ്രാനൊക്കെ പറയണമെങ്കിൽ എന്തുണ്ട് കാരണം എന്നറിയോ? അയാൾ പറയണേ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതാം, ഗുഫ്രാനക്ക എന്ന് പറയാനുള്ള കാരണം അയാളൊരു 5 മിനിറ്റ് സമയമാണ് ആ ബാത്റൂമിൽ ഇരുന്നതെങ്കിൽ ആ 5 മിനിറ്റ് സമയം അള്ളാഹുവിൻ്റെ സജീവമായ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. കക്കൂസിൽ ഇരുന്നിട്ട് ദിക്ർ പറയാൻ പറ്റുമോ? അള്ളാനെ അങ്ങനെ ഓർക്കാൻ പറ്റുമോ? നാവ് കൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഒരല്പസമയം സജീവമായ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് പടച്ചോനെ ഞാൻ വിട്ടുനിന്നു. ഗുഫ്രാനൊക്കെ പുറത്തു കൊണ്ട പടച്ചോനെ. ഒന്ന്. രണ്ടാമത്തെ കാരണം, ബാത്റൂമിൽ നിന്ന് എൻ്റെ ശാരീരികമായ അഴുക്കുകളൊക്കെ, എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ പുറത്തുപോയി കഴുകി വൃത്തിയാക്കി. എൻ്റെ ശാരീരികമായ മാലിന്യങ്ങളെ പുറത്തുപോയി, മലമൂത്ര വിസർജനം പുറത്തുപോയി ഞാൻ വൃത്തിയാക്കി. പടച്ചോനെ, ഇനി എന്നെ ബാധിക്കുന്ന തിന്മകളാകുന്ന മാലിന്യങ്ങളുണ്ട്, ഞാൻ പേറിയ തെറ്റുകളും കുറ്റങ്ങളുമാകുന്ന മാലിന്യങ്ങളുണ്ട് പടച്ചോനെ, അതെനിക്ക് നീ പുറത്തു കൊണ്ട പടച്ചോനേതാ ഗുഫ്രാനക്ക്. സുബ്ഹാനല്ലാഹ്. ഗുഫ്രാനക്ക് എന്താ ഗുഫ്രാനക്ക്? പടച്ചോനെ എനിക്ക് നീ പുറത്തു കൊണ്ട പടച്ചോനെ. ആ വാക്ക് നോക്കി നിങ്ങൾ, ആ പറഞ്ഞ ഒരു വാക്കിൽ അടങ്ങിയ ആശയങ്ങൾ നോക്കി. എന്താണ് ഗുഫ്രാനക്ക എന്ന വാക്കിൻ്റെ മഹത്വം?